എല്ലാവർക്കും PSC സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിനി എക്സാമിന് വളരെ കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും പഠിച്ച് ഒന്നും ആകാൻ സാധിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഒട്ടും സമയമില്ലാത്തവരാണെങ്കിലും നമ്മുടെ ഒരു ദിവസത്തെ ഒരു 2 മണിക്കൂർ മാത്രം ചിലവിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പലരും ചിന്തിക്കുന്നുണ്ടാവും 10 മണിക്കൂറും 12 മണിക്കൂറും വരെ പഠിക്കുന്നവർക്കിടയിൽ ഈ 2 മണിക്കൂർ പഠിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ളത്. ഒരുപാട് സമയം പഠിക്കുന്നതിലല്ല ശരിക്കും നമ്മുടെ ഒരു പഠനത്തിന് നിലവാരം എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് സമയം പഠിച്ചാലും നമുക്ക് എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ നമുക്ക് പഠിക്കാമെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇപ്പോൾ രാവിലെ പഠിക്കുന്നവർക്കാണെങ്കിൽ രാവിലെ 2 മണിക്കൂർ പഠിക്കാം. വൈകുന്നേരങ്ങളിൽ പഠിക്കാൻ സൗകര്യമുള്ളവർ വൈകുന്നേരം 2 മണിക്കൂർ എടുക്കാം. ഇനി ഒട്ടും സമയം കിട്ടുന്നില്ല, നിങ്ങൾക്ക് 2 മണിക്കൂർ കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിലും ടൈം സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ സിലബസിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണ്. കാരണം ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 40 ദിവസം നമ്മുടെ കയ്യിൽ മാക്സിമം കിട്ടുന്നുണ്ട്. 40 ദിവസം നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ കൂടുതലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ പലർക്കും തോന്നും, ചിലർക്ക് മാത്സും ഇംഗ്ലീഷും മലയാളവും അത്രയ്ക്ക് കയ്യിൽ നിൽക്കാത്ത ആൾക്കാരുണ്ടാവും. ചിലർക്ക് GK ആയിരിക്കാം കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്താലും മതി. നമ്മൾക്ക് ഏതാണോ പഠിക്കുവാനായിട്ട് സൗകര്യമായിട്ടുള്ളത്, ഏതാണോ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്നത്, അത് നമ്മൾ ആദ്യം പഠിച്ച് ഡെയിലി റിവിഷൻ നടത്തണം. ഈ ഒരു വീഡിയോയിലൂടെ ഞാനൊരു 40 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്കും അതൊരു ഉപയോഗമാകുമെന്ന് വിചാരിക്കുന്നു. ഡെയിലി എനിക്ക് സ്റ്റഡി പ്രിപ്പറേഷൻ വീഡിയോസ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവൻ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്തായാലും സ്റ്റഡി പ്രിപ്പറേഷൻ വീഡിയോസ് ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ മാക്സിമം വീഡിയോസ് ഇടാനായിട്ട് ട്രൈ ചെയ്തതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് 40 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും 2 മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിക്കുന്നതിനെ പറ്റിയാണ് ഈ ഒരു 40 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു 40 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ പഠിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് മാത്സും ഇംഗ്ലീഷും മലയാളവും തന്നെയാണ്. ഈ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനൊരു 50 മാർക്ക് തന്നെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 50 മാർക്ക് എത്രയൊക്കെ നമ്മൾ GKയിൽ പഠിക്കാൻ ശ്രമിച്ചാലും കൂടുതലും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ ഈസി ആയിട്ട് കിട്ടുന്ന മാർക്ക് നമുക്ക് ആദ്യമേ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി. അതിനായിട്ട് നമുക്ക് റാങ്ക് ഫയലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ആശ്രയിക്കാം. അതുപോലെ തന്നെ നല്ല നല്ല ക്ലാസ്സുകൾ യൂട്യൂബുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളും കൂടി നോക്കുക. ഇപ്പോൾ ഇംഗ്ലീഷിനാണെങ്കിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലെ എൻട്രിയുടെ ക്ലാസ്സാണ് നോക്കുന്നത്. മാത്സിന് ട്രിറ്റേണും മലയാളത്തിന് ഫ്രണ്ട്ലി PSC ആണ് യൂട്യൂബിൽ ഞാൻ വാച്ച് ചെയ്യുന്ന യൂട്യൂബ് ചാനൽസ്. 50 മാർക്കിൻ്റെ മെം സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ GK ആണ് നോക്കേണ്ടത്. GK നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ കൂടുതലും അറിയാവുന്നത്, കൂടുതൽ നിങ്ങൾ കവർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഈസി ഏതാണോ അങ്ങനെയുള്ള സബ്ജക്റ്റിനെ ആദ്യം പഠിക്കുക. അപ്പം ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയ എന്നാണ്. ഈ 2 സബ്ജക്ട്സിൻ്റെയും ഫുൾ സിലബസ് അതനുസരിച്ചുള്ള ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യുക. കാരണം ഇതൊരു നഷ്ടം വരുന്നൊരു കാര്യമല്ല. കാരണം ഇത് മെയിനായിട്ടും ഒരു 5 മാർക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചാലായിട്ട് കംപ്ലീറ്റ് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുമ്പോൾ GKയിലോട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ആദ്യം കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക.
ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ 2 മണിക്കൂറാണ് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തി പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പഠിക്കുന്ന സമയം നല്ലപോലെ പഠിക്കാനായിട്ട് വിനിയോഗിക്കുക. വേറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്ത് ആ സമയനഷ്ടം നമ്മൾ വേറൊരു സമയത്തേക്ക് ബാലൻസ് ചെയ്യുക. ഇപ്പം നമ്മൾ സബ്ജക്റ്റും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും പഠിക്കുമ്പോൾ നമുക്ക് 70 മാർക്ക് നമ്മൾ കവർ ചെയ്യണം. എങ്ങനെ പോയിരുന്നാലും നമുക്കൊരു എത്ര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നാലും ഒരു 50 മാർക്കെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൽ നിന്നെല്ലാം തന്നെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഒരു 80 മാർക്കെങ്കിലും നമ്മൾ എക്സാമുകളിൽ സ്കോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു നിലവാരം നോക്കി, അതായത് ക്വസ്റ്റ്യൻ രീതിയുടെ നിലവാരം നോക്കി അവർ കട്ട് ഓഫ് ഇടുമ്പോൾ നമ്മളുടെ എയിമെന്ന് പറയുന്നത് 80 മാർക്സിനെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. ഈ ഒരു 5 സബ്ജക്ട്സിൻ്റെ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഹോട്ട് ടോപ്പിക്കുകളാണ്. അതായത് ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള GK പോർഷൻസിൽ നിന്നും സെലക്റ്റഡ് ആയിട്ട്, അതായത് റിപ്പീറ്റായിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ നിന്നുള്ള സ്റ്റഡിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഈ ഒരു മാക്സിമം GK ടോപ്പിക്സ് കട്ട് ചെയ്തിട്ട് മാക്സിമം കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അതായത് യൂറോപ്യന്മാരുടെ ആഗമനം, തിരുവിതാംകൂർ ഭരണം, കേരള നവോത്ഥാനം, കേരള കലാപങ്ങളും പ്രക്ഷോഭങ്ങളും, INC, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, വേൾഡ് ഹിസ്റ്ററി, ഫുൾ ടോപ്പിക്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ബേസിക് ജോഗ്രഫി ആണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇന്ത്യ കേരള ട്രാൻസ്പോർട്ട് സിസ്റ്റവും റിവർ ആൻഡ് മിനറൽ ആൻഡ് ഇൻഡസ്ട്രീസും എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ സിവിക്സിൽ PYQ ആണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ നമ്മൾ കറണ്ട് അഫെയർസിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. IT ഫുൾ ടോപ്പിക്സും PYQ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി PYQ കറണ്ട് അഫെയർസും മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഞാൻ ഈ ഒരു 40 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ തയ്യാറാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നവർ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. ഇനി ഡെയിലി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പറയാം. അതായത് ഇപ്പോൾ ഡേ 1 നമ്മൾ സബ്ജക്ട്സ് പഠിക്കുവാണ്. അതിൽ ഹാഫ് ആൻ അവർ മലയാളം, ഹാഫ് ആൻ അവർ ഇംഗ്ലീഷ്, ഹാഫ് ആൻ അവർ മാത്സ്. അതിനുശേഷം വരുന്നത് ഹാഫ് ആൻ അവർ നമ്മൾ GK ആണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഡേ 2 വരുമ്പോൾ നമ്മൾ ഡേ 1 പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. അതിനുശേഷം മാക്സിമം നിങ്ങൾ PYQ മോഡൽ എക്സാമൊക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് 2 മണിക്കൂർ നിങ്ങൾ ഡേ 2 ചിലവഴിക്കുക. ഇതേ പാറ്റേൺ തന്നെയാണ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരു ദിവസം നിങ്ങൾ പഠിക്കുക, നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷനും പ്രാധാന്യം നൽകുക. നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഗവൺമെൻറ് എംപ്ലോയി ആയി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്വപ്നം കണ്ട് തുടർന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക.